എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങളോടായിട്ട് വളരെ പ്രധാനമായിട്ടൊരു കാര്യം കൂടി സൂചിപ്പിക്കാമെന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തെന്നാൽ ആര് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ജനിച്ച ദിവസത്തിന് നമ്മൾ വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കാറുണ്ട്. അപ്പോൾ ആ ദിവസം നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടുന്ന ഒരു വഴിപാടിനെ കുറിച്ച് സൂചിപ്പിക്കാനാണ് വന്നിട്ടുള്ളത്. കാരണം നമ്മുടെ പിറന്നാളിന് നമ്മൾ കുറേ ആൾക്കാർക്ക് സമ്മാനം കൊടുക്കും, നമ്മൾക്ക് കുറേ ആൾക്കാർ സമ്മാനം തരും. നമ്മൾ ഭക്ഷണം നല്ല സദ്യയും കാര്യങ്ങളും ഉണ്ടാക്കുന്നു, അത് പലർക്കും കൊടുക്കുന്നു. ചില ആൾക്കാർ കേക്ക് മുറിക്കുന്നു, ചില ആൾക്കാർ പായസം വെക്കുന്നു. അങ്ങനെ നിരവധി തരത്തിലുള്ള ആഘോഷങ്ങൾ നടത്താറുണ്ട്. എന്നാൽ നമ്മുടെ നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുക എന്ന് മാത്രമല്ല, എല്ലാവിധ അനുഗ്രഹം നൽകി എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ തന്ന ആ ഭഗവാന് നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ടോ ആ ദിവസം? ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മുടെ മാതാപിതാക്കൾ ഏതെങ്കിലും കുടുംബക്ഷേത്രത്തിലോ ദേശക്ഷേത്രത്തിലോ ഗ്രാമക്ഷേത്രങ്ങളിലോ എന്തെങ്കിലും വഴിപാടുകൾ നേർന്നിട്ടുണ്ടാവാം. അതിൻ്റെയൊക്കെ പരിണിത ഫലമായിരിക്കാം നമ്മളിങ്ങോട്ട് ജനിച്ച് ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. എന്നാൽ ജനിച്ച നാൾ തൊട്ട് ഇന്ന് വരെയായിട്ട് നിരവധി പിറന്നാളുകൾ കഴിഞ്ഞുപോയി. നമ്മുടെ പേരിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും, കാരണം വർഷത്തിൽ ഒരിക്കലാണ് നമ്മുടെ പിറന്നാൾ ഉണ്ടാവുക, ആ ദിവസം നമ്മൾക്ക് ഈ ഭൂമിയിൽ സർവ്വ സൗഭാഗ്യങ്ങളും തന്ന ആ ദേവതയ്ക്ക് വേണ്ടി ഒരു വഴിപാട് നിർബന്ധമായിട്ട് നമ്മൾ കഴിക്കണം. എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ വർഷത്തിൽ ഒറ്റൊരിക്കൽ കൊണ്ട് അല്പം പൈസ ഉണ്ടാവായിരിക്കാം, എന്നാലും നമ്മളത് കഴിക്കാം. പരമാവധി നമ്മുടെ കുടുംബക്ഷേത്രത്തിലാണത് കഴിക്കേണ്ടത്. കുടുംബക്ഷേത്രത്തിൽ ചിലപ്പോൾ മാസത്തിൽ ഒന്നുണ്ടാവുന്നതായിരിക്കാം, ചിലപ്പം മാസത്തിൽ സംക്രമത്തിനോ മറ്റോ ആണ് നട തുറക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വക എന്ന വിധത്തിൽ എൻ്റെ ആ എല്ലാ സൗഭാഗ്യങ്ങളും തന്ന വകയായിട്ട് വർഷത്തിൽ ഒരു പൂജ എൻ്റെ വകയായിട്ട് ആ ദേവിക്ക് കൊടുക്കുക. അത് പിറന്നാളിൻ്റെ അന്ന് ആവണമെന്നില്ല പൂജ കഴിക്കേണ്ടത്. പക്ഷേ ആ പിറന്നാളിൻ്റെ അന്ന് നമ്മൾ ആ ക്ഷേത്രത്തിൽ പോയാലും ഇല്ലെങ്കിലും എൻ്റെ വകയായിട്ട് ഞാൻ കാരണമായിട്ട് ഒരു വർഷത്തിൽ ഒരു പൂജ കുടുംബക്ഷേത്രത്തിൽ കൊടുക്കുക. നിത്യപൂജ ഉള്ളിടത്താണെങ്കിൽ നിർബന്ധമായും നമ്മൾ അവിടെ പോയിട്ട് തന്നെ ആ പൂജയുടെ കാര്യങ്ങളിൽ പങ്കെടുക്കുക. ഇനി കുടുംബക്ഷേത്രം അങ്ങനെ ഇല്ലാത്ത ആൾക്കാരാണ്, കുടുംബക്ഷേത്രം മാസത്തിലൊരിക്കലേ തുറക്കുന്നുള്ളൂ, അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രമുണ്ടല്ലോ, നമ്മുടെ ഗ്രാമക്ഷേത്രം, ആ ഗ്രാമക്ഷേത്രത്തിൽ നിർബന്ധമായി ചെയ്യേണ്ട ആ പൂജയുടെ പേര് നിത്യപൂജ എന്നാണ്. അത് ആ ക്ഷേത്രത്തിലുള്ള അധികാരികളോട് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരു ക്ഷേത്രം നിലനിൽക്കുന്നത് ആ നാട്ടിലുള്ള സജ്ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ആ ക്ഷേത്രം നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്താ? നമ്മളെപ്പോലുള്ള ഓരോ ആൾക്കാരും ആ ക്ഷേത്രത്തിന് വേണ്ടുന്ന വിധത്തിൽ സഹകരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നിത്യപൂജ എന്ന് പറയുന്ന ആ പൂജ നമ്മൾ നിർബന്ധമായിട്ടും ഒരു ദിവസം അവിടെ കഴിക്കുക. അത് നമ്മുടെ പിറന്ന ആ ഡേറ്റ് ഉണ്ടാവുമല്ലോ, കാരണം എല്ലാ വർഷവും ആ നക്ഷത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ തിരക്കൊന്നും ഇല്ലാത്ത ക്ഷേത്രത്തിലാണ്, ഉൾനാടൻ ഗ്രാമത്തിലാണെങ്കിൽ ആ നക്ഷത്രത്തിൻ്റെ അന്ന് മുൻകൂട്ടി ബുക്ക് ചെയ്ത് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ നാട്ടിലുള്ള ഒരു ക്ഷേത്രത്തിലാണ് എത്രയോ വർഷമായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 25 വർഷത്തിലേറെയായിട്ട് ഞാൻ ജനിച്ച എന്ന് പറയുന്ന ആ നവംബർ 20 എന്ന് പറയുന്നതാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. വർഷം ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ നവംബർ 20 നാളിൽ ഞാൻ നാട്ടിലുണ്ട് പോലും ഇല്ല പോലും എൻ്റെ പേരിൽ എൻ്റെ ഗ്രാമത്തിലുള്ള ക്ഷേത്രത്തിൽ ഒരു പൂജ നടന്നിരിക്കും. അതെനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ മക്കളുടെ പേരിലും ഇതേപോലെ ഉണ്ട്, എൻ്റെ മോളെ പേരിലും ഉണ്ട്, എൻ്റെ മോൻ്റെ പേരിലും ഇതേപോലെ അവിടെ അവരാ ജനിച്ച ദിവസം, എൻ്റെ മകൻ ജനിച്ചതൊരു വിജയദശമി ദിവസമാണ്, ആ ദിവസത്തെ പൂജ എൻ്റെ വകയാണ്. അപ്പോൾ നിത്യപൂജ എന്ന് പറയുമ്പോൾ ആ ദിവസത്തെ രാവിലത്തെയും വൈകിട്ടത്തെയും എല്ലാ പൂജയും നമ്മുടെ വകയായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രസാദവും കാര്യങ്ങളെല്ലാം അതിന് ആ ഭഗവാനെ നിവേദിച്ചിരുന്ന ഒരു പങ്ക് നമുക്കുള്ളതായിരിക്കും, ബാക്കി ജനങ്ങൾക്ക് കൊടുക്കും. അപ്പോൾ ആ ദിവസം എൻ്റെ വക ഭഗവാൻ ഒരു ദിവസത്തെ ആ വിളക്ക് കത്തിക്കാനുള്ള അതിൻ്റെ എല്ലാ തുകയും അല്ലെങ്കിൽ അതിൻ്റെ ചെലവും ഞാനാണ് വഹിക്കുന്നത് എന്ന ചിന്തയോടുകൂടി നമ്മളത് ചെയ്യണം. ഇത് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വർഷം മുഴുവൻ തന്നെ അതിൻ്റെ ഫലം നമുക്കുണ്ടാവും. എന്ന് വെച്ചാൽ എല്ലാ തടസ്സങ്ങളും നീങ്ങി ശ്രേഷ്ഠമായ തലത്തിലേക്ക് നമുക്ക്
എത്തിച്ചേരാൻ പറ്റും. അതിന് ഈ ദേവതയുടെ അനുഗ്രഹം ഉണ്ടാകും. പക്ഷേ ഈ കുടുംബക്ഷേത്രത്തിൽ ആ പൂജയുള്ള ദിവസം പരമാവധി നമ്മൾ അവിടെ ഉണ്ടാവണം. പരമാവധി നമ്മൾ ആ ദേവസ്വത്തിലെ അധികൃതരോട് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാമത്തിലുള്ള ആ ചെറിയ ക്ഷേത്രമാവട്ടെ, എത്ര ചെറുതായാലും ആ ക്ഷേത്രത്തിൽ പറയേണ്ടത് ഈ ഒരു ഡേറ്റ് ഇനി ആർക്കും കൊടുക്കരുത്. ഞാൻ ജീവനോടുള്ള കാലത്തോളം ഇത് എൻ്റെ വകയാണ്. ഞാൻ മറന്നു പോവുകയാണെങ്കിൽ എന്നെ മുൻകൂട്ടി വിളിച്ചിട്ട് ഓർമ്മിപ്പിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ആ പൂജ എൻ്റെ വകയായിരിക്കും. ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക. ആ ദിവസമുള്ള പായസമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓഹരി നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ ഒരു പൂജ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരുടെ പേരിൽ നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. കുടുംബത്തിൽ മക്കളുണ്ടാവാം. എൻ്റെ ഭാര്യയുടെ പേരിൽ ഞാൻ അത് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ആ ദിവസം വേറൊരാൾ അവിടെ ആ നിത്യപൂജ എത്രയോ വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഭാര്യയുടേത് മാത്രം അവിടെ കിട്ടിയിട്ടില്ല. ബാക്കി എല്ലാവരുടെയും മക്കളുടേതൊക്കെ തന്നെ കൃത്യമായിട്ട് എല്ലാ വർഷവും അതിനൊരു 2-3 ദിവസം മുന്നേ അവർ വിളിച്ച് പറയും ഇന്ന ദിവസമാണ് നിങ്ങളുടെ പൂജ എന്ന് പറയും. അവിടെ ഞങ്ങൾ പോകും. അപ്പോൾ അതുപോലെ ആ പ്രധാനമായ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷമാണ്. കാരണം നിങ്ങൾ ഈ ഭൂമിയിലേക്ക് കാലുകുത്തിയ ദിവസം. ആ ദിവസം ആ സർവേശ്വരിയുടെ അനുഗ്രഹം കൊണ്ടാണ് നിങ്ങളൊരു അംഗവൈകല്യമില്ലാത്ത ആളായത്, മന്ദബുദ്ധി ഇല്ലാണ്ടായിപ്പോയത്. നിങ്ങൾക്ക് കൃത്യമായി ചിന്തിക്കാനും നന്മയും തിന്മയും തിരിച്ചറിയാനും ആ ഈശ്വരനിലേക്ക് അടുക്കാനും ഒക്കെ അവസരമുണ്ടാക്കുന്നത് ആ അമ്മയുടെ വിലാസമാണ്. അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ ലീലാവിലാസത്തിൽ അതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു ദിവസം ഈ ഒരു വഴിപാട് നിർബന്ധമായിട്ട് ചെയ്യുക. പൂജയുടെ പേര് മറന്നു പോരുത്, നിത്യപൂജ എന്നാണ്. അതെല്ലാ ക്ഷേത്രത്തിലും ഉണ്ടാകും. ക്ഷേത്രം ഭാരവാഹികളെ ബന്ധപ്പെട്ട് ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക. നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരത് വളരെ ഗുണമായിരിക്കും. അത് നിങ്ങൾക്ക് ആ പൂജ ചെയ്ത് ആ പൂജയിൽ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ ഒരു വർഷത്തെ മാറ്റം നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും 100%. എൻ്റെയൊക്കെ ജീവിതത്തിലുണ്ടായ ഉയർച്ചയ്ക്കൊക്കെ പിന്നിൽ ഈ ഒറ്റ കാര്യമാണ്. അതല്ലാതെ പൈസ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ പറയും ഇത് ഇന്ന കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്പത്ത് കുന്നുകൂടും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇന്നൊരു മന്ത്രം ജപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമ്പത്ത് വരും എന്നൊക്കെ പറയുന്ന കുറേ വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബിൽ കാണാം. എന്നാൽ പിന്നെ ഈ പറയുന്ന ആൾ അവിടെ നിന്നൊരു നാമം ജപിച്ച പോരെ, അല്ലെങ്കിൽ ഈ മന്ത്രം ജപിച്ച പോരെ, അല്ലെങ്കിൽ ആ ചെറിയ ചെപ്പടി വിദ്യ അങ്ങ് കാണിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടംപോലെ പൈസ വരുമല്ലോ. പിന്നെ എന്തിനാണ് അവർ ഈ കഷ്ടപ്പെടുന്നത്? അപ്പോൾ അതൊന്നല്ല, ഇത് നമ്മൾ ചെയ്യുന്ന നമ്മൾ ആത്മാർത്ഥമായി ഭക്തിയോടുകൂടി ഭഗവാന്റെ മുന്നിൽ നമ്മൾ സമർപ്പണം നടത്തിയാൽ അതിനനുസരിച്ച് ഐശ്വര്യവും അതിനനുസരിച്ച് ശ്രേഷ്ഠതയും നമുക്കുണ്ടാകും. അതിനു വേണ്ടിയിട്ട് ഈ പൂജ ഇന്ന് തന്നെ നമ്മൾ ബുക്ക് ചെയ്യുക. ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.